ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഞാനത് സർപ്രൈസ് ലാസ്റ്റ് പറയാവേ. ഞാൻ നേരെ റെഡിയായി. എൻ്റെ കൂടെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചിക്കു അമ്മാനെന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു പെർഫ്യൂം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അൺബോക്സ് ചെയ്യലായി, അത് കിട്ടാണ്ടായി. എന്നിട്ട് അതൊക്കെ അടിച്ച് കുറച്ച് ചോറും നിന്ന് ദേ റെഡിയായി. കണ്ണടയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. 50 ഉറുപ്പിക കണ്ണടയാവും, ഒന്നും നോക്കണ്ട. അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമാണ് നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ആ ഡേ എത്തിക്കഴിഞ്ഞു കേട്ടോ. അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ ഞാൻ അച്ഛനൊരു കുഞ്ഞു മോതിരം മേടിച്ചു കൊടുത്ത് ഞാൻ എന്നിട്ട് നേരെ അത് അച്ഛൻ്റെ കയ്യിലിട്ട് കൊടുത്തു. കയ്യിലേക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അച്ഛനെ കൂലിപ്പണിക്കൊക്കെ പോയിട്ടാണ് എന്നെയൊക്കെ ഇത്രയും കാലം പഠിപ്പിച്ചതും നോക്കിയതെല്ലാം. ഒരു കുറവില്ലാണ്ട് നോക്കിയത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ. പിന്നെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ആ കുഞ്ഞിനൊരു കുഞ്ഞ് ലോക്കറ്റും പിന്നെ എനിക്ക് വേണ്ടി തന്നെ ഞാൻ മേടിച്ചൊരു കുഞ്ഞ് വള പോലത്തെ ഒരു ബ്രേസ്ലെറ്റ്. കണ്ട ചിരി കണ്ട, അച്ഛൻ്റെയും കൊച്ചിൻ്റെ ചിരി കണ്ട. കൊച്ചിൻ്റെ പേരാക്കിണ്ട് എൻ്റെ പേര് കളഞ്ഞിട്ട്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ. ആര്യങ്കാവ് പോകാനാ. അങ്ങനെ നമ്മൾ ആര്യങ്കാവിൽ എത്തി കേട്ടോ. ആര്യങ്കാവിൽ എത്തിപ്പോ ഇന്നത്തെ കേട്ടിയിലെ പരിപാടിയായിരുന്നു. മഹേഷ് കുഞ്ഞുമോൻ പറഞ്ഞ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ലൈവ് പ്രോഗ്രാം. എൻ്റെ ദൈവമേ ഒരു സെറ്റായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് റൈഡിലും കയറി ഒരു ഐസ്ക്രീമും തിന്ന് അവിടെ നിന്നിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കണ്ണൻകുട്ടി ഈസ് ബാക്ക്. കണ്ണൻകുട്ടിയുടെ അടുത്ത് പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കോളിഫ്ലവർ ഫ്രൈ ഒക്കെ മേടിച്ച് അങ്ങ് തിന്നു. അതങ്ങോട്ട് തിന്നപ്പോൾ അടഞ്ഞു പോയത് കൊണ്ടാണോന്ന് അറിയില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് നിറഞ്ഞീൻ്റെ കുടിക്കണം തോന്നി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഓംലെറ്റ് നിന്ന് വീണ്ടും പൂരപ്പുറമ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ലാസ്റ്റ് വണ്ടി നേരെ വീട്ടിലെത്തി.